എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിരിക്കുന്നു വിചാരിക്കുന്നു. വീഡിയോസ് എല്ലാം കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീട്ടിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്, ഞാനൊന്ന് ടയർ മാറ്റാൻ പോകാം. ഇത്രയും നാളും ടയർ മാറ്റേണ്ട കുറച്ച് നേരത്തെ മാറ്റണമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ലോക്ക്ഡൗണും ഈ പാർഷ്യൽ ലോക്ക്ഡൗണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. പോകായിരുന്നു ജോലിക്കും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും പോയിക്കൊണ്ടിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി തുടങ്ങി. അപ്പം ടയർ മാറ്റേണ്ട ഒരു ടൈമായി. കാരണം അതിൻ്റെ ട്രെഡ് ഒത്തിരി കുറഞ്ഞു. 1-2 ടയറിന് ട്രെഡ് നമ്മുടെ അകം കണ്ടു തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ വണ്ടി നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ടയർ മാറ്റാനുള്ള ടൈം മാറ്റുമ്പോൾ 4 ഒരുമിച്ചാണ് ഞാൻ മാറ്റാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ടയർ മാറ്റുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയി അവിടെ എങ്ങനെയാണ് ടയറും അത് മാറ്റുന്ന കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ആക്ച്വലി ടയർ ഇവിടുത്തെ റൂൾ അനുസരിച്ച് ടയറിൻ്റെ ട്രെഡിന് ഒരു മിനിമം ഡെപ്ത് ഉണ്ട്. ആ ഡെപ്തിൽ താഴെ പോയാൽ നമ്മൾ മാറ്റിയിരിക്കണം എന്നാണ് കറക്റ്റ് ഇവിടുത്തെ റൂള്. അതല്ലെങ്കിൽ ഇവിടുത്തെ റോഡ് വേർത്തിക്ക് അത് ടയർ കറക്റ്റ് ആയിരിക്കില്ല. അപ്പം 1.5 mm ആണ് ഇവിടെ അവർ ഏറ്റവും മിനിമം ഡെപ്ത്. അതിൻ്റെ ടയറിൻ്റെ ട്രെഡ് ഡെപ്ത് അവർ പറയുന്നത് 1.5 mm മിനിമം വേണമെന്നാണ്. 1.5 mm താഴെ പോയി കഴിഞ്ഞാൽ അത് റോഡ് വർത്തി അല്ല ആ ടയർ. അപ്പം വേണമെങ്കിൽ ചിലപ്പോൾ പോലീസുകാരെല്ലാം പിടിച്ചാൽ, അവർ നമ്മളെ പുൾ ഓവർ ചെയ്ത് പിടിച്ചാൽ നമുക്കൊരു $100-300 ഫൈൻ പോകും. പിന്നെ രണ്ടാമത് നമ്മൾ ടയർ മാറ്റി അവിടെ കൊണ്ടുപോയി രണ്ടാമത് ക്ലിയറൻസ് എടുത്താൽ നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ഇൻ്റർവെൽസിന് നമ്മൾ ടയർ മാറ്റിയിരിക്കണം. അതായത് ട്രെഡ് അനുസരിച്ച് അതിൻ്റെ വേറെ ടയർ അനുസരിച്ച് നമ്മൾ മാറ്റിയിരിക്കണം. അപ്പം എന്താണെങ്കിലും നമുക്ക് ആ ടയറിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടയർ. ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് കണ്ടോ, സൈഡ് ഒത്തിരി തേഞ്ഞു പോയി. ഈ സൈഡും ഒത്തിരി വേറെ ആയിട്ടുണ്ട്, ഈ ഇപ്പുറത്തെ സൈഡും ഒത്തിരി വേറെ ആയിട്ടുണ്ട്. നടുവിൽ പിന്നെ ഉണ്ട് കുറച്ചും കൂടെ. ആക്ച്വലി ഇവിടെ ഈ ഇത് കണ്ടോ, ഈ ഇവിടുത്തെ ഡിസ്റ്റൻസ് 1.5 mm വേണമെന്നാണ് അവർ പറയുന്നത്. ഇവിടെയും അല്ലെങ്കിൽ ഇവിടെയും ഈ ഡെപ്ത് 1.5 mm വേണമെന്നാണ് പറയുന്നത്. നമ്മളൊരു സ്കെയിൽ വെച്ച് വേണമെങ്കിൽ അളക്കാം, ഇല്ലെങ്കിൽ ഒരു 20 സെൻറ്റിൻ്റെ കോയിൻ ഉപയോഗിച്ച് ഇതിനകത്ത് വെച്ച് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ട്രെഡ് എത്രത്തോളം തേഞ്ഞു എന്നുള്ളത് കാണിക്കാനായിട്ടുള്ള ഒരു മാർക്കാണിത്. ഇവിടെ എല്ലാ ടയറും നമുക്കിവിടെ കാണാം. ഇതേപോലത്തെ ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു റബ്ബറിൻ്റെ ഒരു പോയിൻ്റർ ഉണ്ട്. അപ്പോൾ ആ ഇതിൽ നമുക്ക് അറിയാം അത്രയും തേഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടയർ മാറ്റണം എന്നാണ് കറക്റ്റ് ടയറിൻ്റെ റീപ്ലേസ്മെൻ്റ് ടൈം അവർ പറയുന്നത്. പക്ഷേ ഈ ടയർ വലിയ കുഴപ്പമില്ല. സൈഡ് അത്യാവശ്യം പോയി, സൈഡ് മാറ്റേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ മാറ്റുമ്പോൾ എല്ലാം 4 ഒരുമിച്ച് മാറ്റുന്നതല്ല. 1-2 ഫ്രണ്ട് 2 ബാക്ക് 2 മാറ്റുക, അല്ലെങ്കിൽ 4 ഒരുമിച്ച് മാറ്റുക. അപ്പോൾ ഏകദേശം എല്ലാ ടയറും ഏകദേശം ഈ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും 4 ടയർ മാറ്റാമെന്ന് വിചാരിച്ചു. ഈ ടയറിൻ്റെ സൈസ് 225, 60 R17 ആണ്. ഇതാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടയർ. നമുക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ വിലയും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഈ ടയറിന് കണ്ടു, ഈ ടയറിൻ്റെ ഈ സൈഡ് ഫുൾ തേഞ്ഞ് തീർന്നു. ആ ഇൻസൈഡ് കംപ്ലീറ്റ് തീർന്നു ഈ സൈഡ്. അപ്പോൾ ഇതെന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. സെൻറ്ററിൽ നമ്മൾ കാണുമ്പോഴും അത്യാവശ്യം ട്രെഡ് ഉണ്ടെങ്കിലും സൈഡ് അത്യാവശ്യം തീർന്നു. അപ്പോൾ നമുക്ക് മാറ്റിയേ പറ്റൂ. ഇവിടെ അത്യാവശ്യം ഒരു 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ഞാൻ ആ സ്ഥിരം പോകുന്നൊരു ടയർ ഷോപ്പുണ്ട്, അവിടേക്കാണ് നമ്മളൊന്ന് പോയി നോക്കാം. എന്താണ് വില എന്നൊക്കെ നോക്കട്ടെ ആ ടയറിൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങോട്ട്.
അങ്ങനെ നമ്മൾ ടയർ ഷോപ്പിലെത്തി. ഇനി നമുക്ക് അവിടെ ഇച്ചിരി തിരക്കുണ്ട്. അപ്പോൾ ടയർ ഒന്ന് പോയി നോക്കാം, ഏതാണ് ടയർ ഉള്ളതെന്നുള്ളത്, എന്താണ് വില എന്നുള്ളതൊക്കെ നമുക്ക് അകത്തേക്ക് നോക്കാം. അകത്തുള്ളത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെങ്ങനെ ടയർ മാറ്റുന്നതൊക്കെ അകത്തുനിന്ന് കയറി പറ്റുമെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ വീലൊക്കെ ഊരി അത് മാറ്റാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വീൽ ഊരിയിട്ട് മാറ്റാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവരപ്പുറത്ത് മാറ്റുന്നുണ്ട്, അപ്പുറം സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീൽ അഴിക്കുന്ന ഒരു ഇതാണ്. വീൽ നമ്മൾ വീലിൽ നിന്ന് ടയർ അഴിക്കുകയാണ് അവർ. അങ്ങനെ ഒരു പഴയ ടയർ മാറ്റിയിട്ട് പുതിയ ടയർ ഇടുകയാണ്. അത് ടയർ ചേഞ്ചറാണ്. അതൊക്കെയാണ് പുതിയ ടയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവരതിനകത്ത്. അവരത് വീൽ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീൽ ബാലൻസിങ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. വീൽ ബാലൻസിങ് മെഷീനാണ്. അപ്പോൾ അവർ വീൽ ബാലൻസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ ടയർ മാറ്റി പുതിയ ടയർ ഇട്ടു. ഇതാണ് പുതിയ ടയർ. ടയർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ടയറും പുതിയ ടയറിട്ട് വീല് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും. വളരെ പെട്ടെന്നാണ് എല്ലാം ചെയ്ത് തീർത്തത്. 3-4 പേരുണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടയർ വീൽ അലൈൻമെന്റ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വീൽ അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വീൽ അലൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീൽ അലൈൻമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരതിനകത്ത്. ടയറിലതിൻ്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് അവർ വീൽ അലൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ അകത്തോട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. ടയർ മാറ്റുന്നതിൻ്റെയും അതിൻ്റെ മെഷീൻസൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ആൾക്കാരങ്ങോട്ടും കൂടെ മാറുന്നുണ്ട്. എന്നാലും ആവറേജ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. എങ്ങനെയാണ് ടയർ മാറ്റുന്നത്, വീൽ അലൈൻമെന്റ് എങ്ങനെയാണ്, പുതിയ ടയർ ഇടുന്നത് എങ്ങനെയാണ്, ടയർ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ കാണാൻ പറ്റി. അപ്പം ഇത് നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നങ്ങനെ ടയർ മാറ്റി കഴിഞ്ഞു. പുതിയ 4 ടയർ ഇട്ടു. ഞാൻ ഇപ്രാവശ്യം ബഡ്ജറ്റ് ടയേഴ്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ചൈനീസ് ബ്രാൻഡാണ്. വലിയ കുഴപ്പമില്ലാത്ത റേറ്റിന് കിട്ടി. അപ്പോൾ 4 ടയറും മാറ്റി, വീൽ അലൈൻമെന്റും ചെയ്തു. ഇനി ഈ ടയർ ഒരു 10-60 കിലോമീറ്റർ കിട്ടുമായിരിക്കും, 60,000 കിലോമീറ്റർ കിട്ടുമായിരിക്കും. കഴിഞ്ഞ ടയർ എനിക്കൊരു 65,000 കിട്ടി. അതും ബഡ്ജറ്റ് ടയറായിരുന്നു. അപ്പോൾ നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ടയർ പ്രഷർ ചെക്ക് ചെയ്യണം. പിന്നെ ഒരു 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 15,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ വീൽ അലൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടയർ വീൽ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എല്ലാത്തിനും ഈവനായിട്ട് ട്രെഡ് വിയർ കറക്റ്റ് ഈവനായിട്ട് കിട്ടും. അപ്പോൾ ടയർ ലാസ്റ്റ് ചെയ്യും കുറേ. നമ്മൾ ടയർ പ്രഷറും കറക്റ്റായിട്ട് നോക്കണം. എന്നാലും നമ്മുടെ ടയറിൻ്റെ ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടും. അങ്ങനെ നമ്മൾ ടയർ മാറ്റി ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ്.
വീട്ടിൽ പോയിട്ട് ചായ ഒക്കെ കുടിക്കണം. വൈകുന്നേരമായി, ഇപ്പോൾ സമയം വൈകുന്നേരമായി, ഒരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ഇവർ എല്ലാ കടകളും തുറന്നിട്ടില്ല, കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആവറേജ് എല്ലാ പ്രാവശ്യം ബിലാലമ്മിനൊക്കെ പോകുന്നൊരു ഏരിയ ആണ് ഈ ഏരിയ. ഈ ഏരിയയിൽ അധികവും ടയർ ഷോപ്പുകൾ മാത്രമാണ് ഇതുള്ളൂ. ടയർ ഷോപ്പുകളും മെക്കാനിക് ഷോപ്പുകളുമാണ് ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഏരിയയിൽ, ഈ പരിസരത്തുള്ളവർക്കൊക്കെ ഇതറിയാം. അത്യാവശ്യം ചീപ്പ് റേറ്റിനൊക്കെ ടയേഴ്സ് കിട്ടും. അങ്ങനെ നമ്മൾ പുതിയ ടയർ ഇട്ടു. ഇതാണ് പുതിയ ടയർ. ഇത് പുതിയ ടയറിൻ്റെ ട്രെഡ് കണ്ടോ? പുതിയ ടയർ ഫുൾ ട്രെഡാണ് ഇതിൻ്റെ. ഇത് കണ്ടോ? ഇതിനകത്ത് കംപ്ലീറ്റ് ട്രെഡാണ്. അങ്ങനെ നമ്മൾ ടയർ മാറ്റി വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ടയർ പടപടയെന്നാണ് അവന്മാർ മാറ്റിയത്. 4 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്മാർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.